കൊള്ളത്തില്ല കേട്ടോ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അല്ലേ നമുക്കിത് OTT-ലൊക്കെ വരുമ്പോൾ കാണാമെന്നുള്ളേ ഉള്ളൂ. വധം കോർത്താല ശിവ എന്ന ഡയറക്ടർ നമ്മുടെ മലയാളത്തിൽ ഐ വി ശശിയെ പോലെ സിനിമ എടുക്കുന്ന ഒരാളാണ്. പ്രെഡിക്റ്റബിളാണ്, കണ്ടാണ്ട് പണ്ടോട്ടേ കണ്ടു മടുത്ത സാധനം തന്നെ. സെക്കൻഡ് പാർട്ട് കാണാൻ ഇറക്കുമെന്ന് പോലും തോന്നുന്നില്ല. ചുമ്മാ പറയുന്നവർക്ക് എന്തുവേണം പറയാമല്ലോ, അത് നേരെ കാണാത്തതിൻ്റെ ഇരിക്കും. എനിക്ക് അവസാനം കൊണ്ട് ഒരുമാതിരി ആക്കി, പിന്നെ കണ്ടിരിക്കുക അത്ര തന്നെ. NTR കുഴപ്പമില്ല, ക്ലൈമാക്സ് മാത്രം കുറച്ച്, ബാക്കിയെല്ലാം ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടമാണ്, വേറെ ഒന്നും കൊള്ളത്തില്ല കേട്ടോ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി. അതിനെടുത്ത് പുതിയ രീതിയിലൊന്ന് മാറ്റി ശ്രമിച്ചെന്നേ ഉള്ളൂ. കൊള്ളത്തില്ല കേട്ടോ. വലിയ അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമയല്ല, വലുതായിട്ടില്ല അതിൽ എടുത്ത് പറയാനായിട്ട്. ആകെ മേക്കിംഗ് കൊള്ളാം, BGM കൊള്ളാം, അത്രേ ഉള്ളൂ. ഇല്ല നമുക്കിത് OTT-ലൊക്കെ വരുമ്പോൾ കാണാമെന്നുള്ളേ ഉള്ളൂ. വധം. ഫസ്റ്റ് ഹാഫ് ഒട്ടും കൊള്ളത്തില്ല, സെക്കൻഡ് ഹാഫ് പിന്നെ കൊള്ളത്തില്ല. പിന്നെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം കാണിച്ച് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല എടുത്ത് പറയാൻ. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഫൈറ്റും BGM മാത്രം കൊള്ളാട്ടോ, ബാക്കിയെല്ലാം സാധാരണ പടമുണ്ട്. അതേപോലെ തന്നെ മലയാളം ഡബിൻ്റെ പാട്ടുകളെല്ലാം ഭയങ്കര ബോറാണ്. പടം കണ്ടോണ്ടിരിക്കാൻ പോകും, നമുക്ക് ആ ഒരു ഫ്ലോയിലങ്ങ് പോവും. ചിലയിടത്ത് ചെറിയൊരു ലാഗുണ്ട്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. പിന്നെ മ്യൂസിക് കൊള്ളാം, അനിരുദ്ധിൻ്റെ BGM-ഉം മ്യൂസിക്കും നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കൊന്നും പറയാനില്ല. നമ്മൾ സ്ഥിരം കണ്ട് പ്രഡിക്റ്റബിൾ സ്റ്റോറി തന്നെയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന പടങ്ങളെ നമുക്ക് ആ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ അറിയാം പ്രഡിക്റ്റബിൾ സ്റ്റോറി ആണെന്നുള്ളത്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. അനിരുദ്ധിൻ്റെ BGM കൊള്ളാം, NTR കൊള്ളാം, വൺ മാൻ ഷോ ആണ്, എല്ലാം നൈസാണ്. കുഴപ്പമില്ല. ക്ലൈമാക്സ് എൻഡിങ് ആണ് ഇത്തിരി ത്രില്ലിങ് അല്ലാത്ത, ബാക്കി കുഴപ്പമില്ല. സിനിമ അടിപൊളിയാണ് കേട്ടോ. കണ്ടിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, സിനിമ കൊള്ളാം. എൻ്റെ രണ്ടാമത്തെ പാർട്ട് ജസ്റ്റ് വെയിറ്റിംഗ്. ഗുഡ് മൂവി, അടിപൊളി, കൊള്ളാം. എത്ര പോരാ, എത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരുമാതിരി തോന്നി, അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കൊള്ളാൻ കണ്ടിരിക്കാനുള്ളതുണ്ട്. ഓക്കെ, എടുത്തു പറയാനായിട്ട് ഉണ്ട്. ഗ്രാഫിക്സ് ഒക്കെ ലാസ്റ്റ് സീനൊക്കെ നല്ല ആവറേജാ പടം, ചുമ്മാ കണ്ടോണ്ടിരിക്കാം. ലാസ്റ്റ് ട്വിസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ പ്രെഡിക്റ്റബിളാണ്. കണ്ടാണ്ട് പണ്ടോട്ടേ കണ്ടു മടുത്ത സാധനം തന്നെ. സെക്കൻഡ് പാർട്ട് കാണാൻ ഇറക്കുമെന്ന് പോലും തോന്നുന്നില്ല. 3 മണിക്കൂർ ചുമ്മാ വെട്ടിക്കുറയ്ക്കായിരുന്നു, സത്യം പറഞ്ഞാൽ വെട്ടിക്കുറയ്ക്കായിരുന്നു. ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത്ര തന്നെ. ഭയങ്കര ഗൂസ് പംസ് ആയിട്ടുള്ള സീൻസ് ഒന്നുമില്ല. ഒരു ആവറേജ് പടം. പടം ഫസ്റ്റ് ഹാഫ് തീരെ ബോറായിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല. മലയാളം ഡബ്ബിങ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റണില്ല. ഭയങ്കര ആർട്ടിഫിഷ്യൽ നാടകം കാണുന്ന പോലെയാണ് തോന്നിയത്. ഒരു തമിഴ് തെലുങ്കൊക്കെ കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതായിരുന്നു. പാട്ടുകളായാലും മലയാളം ആയതുകൊണ്ട് ഒരു രസമില്ല. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ, അത്രേ ഉള്ളൂ. വലിയ NTR ആയാലും അങ്ങനെ ആക്ടിങ് ഒക്കെ കൊള്ളാം. വളരെ സാധാ എല്ലാ സിനിമ പോലെ തന്നെ. NTR അതേപോലെ തന്നെ, വേറെ ഇതൊന്നും. നല്ല സിനിമ. കോർത്താല ശിവ എന്ന ഡയറക്ടർ നമ്മുടെ മലയാളത്തിൽ ഐ വി ശശിയെ പോലെ സിനിമ എടുക്കുന്ന ഒരാളാണ്. ജനതാ ഗ്യാരേജാണ് ഇതിനു മുമ്പ് പുള്ളി എടുത്തത്. പുലിമുരുകൻ്റെ വിജയത്തിന് ശേഷം മോഹൻലാലിനെ വെച്ച് അങ്ങനെ സിനിമ എടുത്താണല്ലോ. അപ്പോൾ ആ സിനിമ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അങ്ങേരുടെ സിനിമ കാണാനായിട്ട് ഞാൻ വന്നത്. പിന്നെ ഞാനൊരു NTR-ൻ്റെ സ്ഥിരം സിനിമകൾ കാണുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും സിനിമ നല്ല സിനിമയാണ്. ഫിലിം എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ മേക്കിംഗ് വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. മേക്കിംഗ് വൈസ് പിന്നെ ഇപ്പോൾ NTR-ൻ്റെ പെർഫോമൻസ്, പിന്നെ ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊള്ളായിരുന്നു. പിന്നെ മലയാളമാണ് കണ്ടത്, അതുകൊണ്ട് ഡബ്ബിങ് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. കുറച്ച് ഇമോഷൻസ് നമുക്ക് കൺവേ ആയിട്ടില്ല. കുറച്ച് ഡയലോഗൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ആക്ട്രസും അത്ര ഒരു രസമില്ലായിരുന്നു. ഓവറോൾ നോക്കുമ്പോൾ ഒരു ആവറേജ് ഫിലിം, അത്രേ ഉള്ളൂ. കൊള്ളാം, ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു പടം. ഫസ്റ്റ് ഹാഫാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് കുറച്ച് ലേഗായിട്ട് തോന്നി, പക്ഷേ എന്നാലും ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ പ്രീക്വലാണ്, പടത്തിൻ്റെ പ്രീക്വലായിട്ടാണ് കാണിക്കുന്നത്. കാണാൻ പറ്റിയ ഒരു പടമാണ്. മേക്കിംഗ് നൈസായിരുന്നു, VFX ഒക്കെ നൈസായിരുന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടം. കൊള്ളാം, നല്ല സിനിമ, സൂപ്പർ അടിപൊളി. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. അടിപൊളിയാണ്, മകനാണ് സൂപ്പർ. അടിപൊളി, നല്ല മൂവിയാണ്. സമയം പോകുന്നത് അറിഞ്ഞൂടാ, എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ സോങ്സ് ആയാലും അനിരുദ്ധിൻ്റെ മ്യൂസിക് ആയാലും കിടിലം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ക്യാമറ എടുത്തിരിക്കുന്ന രീതികളായാലും നല്ല രസമാണ്. സെയ്ഫ് അലി ഖാൻ്റെ പറയേണ്ട കാര്യം, അടിപൊളി. ആൻറ്റി ഹീറോ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, വേറെ നല്ല രസമാണ്. സമയം മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അനിരുദ്ധ് സൂപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, കിടിലം നല്ല ലുക്കിലാണ്. അതുപോലെ ദേവര എന്നുള്ള ടൈറ്റിൽ റോള് സൂപ്പറായിട്ട്, അച്ഛൻ റോള് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. മോൻ്റെ റോളും അടിപൊളിയാണ്, 2 റോളും കൊള്ളാം. നല്ലൊരു സസ്പെൻസ് ഉണ്ട്. ഇല്ല, അത് നേരെ കാണാത്തതിൻ്റെ ഇരിക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു, നല്ല മൂവിയാണ്.
നല്ല രസമാണ്, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. ഇല്ല, നെഗറ്റീവ് ഒന്നും അടിക്കാൻ വേണ്ടിയില്ല, നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വെറുതെ എന്താണ് ചുമ്മാ പറയുന്നവർക്കും എന്തുവേണോ പറയാമല്ലോ. നല്ല മൂവിയാണ്, കണ്ടുകൊണ്ടിരിക്കുക, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്, കിടില മൂവി. പടം കുഴപ്പമില്ല, ഒരു എന്താ പറയുക, ഒരു ടിപ്പിക്കൽ തെലുഗു മൂവിയാണ്. നല്ല ബഡ്ജറ്റിൽ അവിടെ ഇറക്കിയേക്കുന്ന ഒരു തെലുങ്ക് പടം, കണ്ടിരിക്കാം. ഇതിൽ ജൂനിയർ NTRൻ്റെ 2 അപ്പിയറൻസ് ഉണ്ട്, വ്യത്യസ്തമായ 2 അപ്പിയറൻസ്. പിന്നെ സെയ്ഫ് അലി ഖാൻ പുള്ളിക്കാരൻ്റെ ബോളിവുഡ് ടെറിറ്ററി വിട്ട് പുറത്ത് വന്നേക്കുന്ന കുറച്ച് പടങ്ങൾ നോക്കുമ്പോൾ എനിക്ക് പുള്ളിയുടെ ബോളിവുഡ് മൂവീസ് അല്ലാതെ പുള്ളി ചെയ്തേക്കുന്ന പെർഫോമൻസുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഇതാണ്. പുള്ളി കട്ടയ്ക്ക് NTRൻ്റെ കൂടെ പിടിച്ചിരിക്കുന്നുണ്ട്. ഓവറോൾ പടം കുഴപ്പമില്ല, നമുക്ക് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാവുന്നൊരു പടം. പടത്തിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, CG ഗ്രാഫിക്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു പടമാണ്. പടം ഒരു ആവറേജ് പടമാണ്. ഞാൻ മലയാളമാണ് കണ്ടത്. സോങ്സ് എല്ലാം അതുകൊണ്ട് തന്നെ മലയാളം ആയതുകൊണ്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ കുറേ നെഗറ്റീവ് റിവ്യൂ കമൻറ്റ് അങ്ങനെ കുറേ വരുന്നുണ്ട്. അത്ര അങ്ങ് നെഗറ്റീവ് ആണെന്ന് പറയാനില്ല. പടം ഒരു ആവറേജ് പടം, തിയേറ്ററിൽ വന്ന് കാണാം. ഒരു വൺ ടൈം ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. നമ്മുടെ മലയാളത്തിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറേ ആക്ടേഴ്സിനെ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കണ്ടിരിക്കുക അങ്ങനെയുള്ളൊരു പടമാണ്. നെഗറ്റീവ് അടിക്കാൻ വഴിയുണ്ട്, എന്നാലും അത്ര അങ്ങ് തരം താഴ്ത്തേണ്ട ആവശ്യമില്ലെന്ന് പറയാം. കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് അവസാനം വരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ടൊന്നും തോന്നും. സാധാരണ തെലുങ്ക് മൂവീസ് കാണുന്ന അത്ര വൃത്തികേടൊന്നും തോന്നുന്നില്ല. പക്ഷേ അവസാനമൊക്കെ കൊണ്ട് ഭയങ്കര ക്ലീശ ആയിക്കളെ. കുഴപ്പമില്ല, ഒരു തവണ കാണാം. അതാണ് അങ്ങനെ ഒരു എല്ലാവർക്കും വർക്കാവുന്ന മൂവീസില്ല. അതാണ് NTRൻ്റെ ഫാൻസിന് ചിലപ്പം നല്ല വർക്കായിരിക്കും, നമുക്കൊന്നും അങ്ങനെ കൊള്ളാൻ തോന്നുന്ന മൂവിയല്ല. എടുത്ത് പറയാൻ അതാണ് ഫാൻസിലേക്ക് ഇങ്ങനെ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇങ്ങനെ മാസമായിട്ടുള്ള മൂവീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചില സീൻസൊക്കെ നല്ല ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര യുണീക്കായിട്ടൊന്നും ഒന്നുമില്ല ബ്രോ. 3 മാർക്ക് അതാണ് നമുക്ക് ആ ലാഗ് ഫീൽ ചെയ്യും സത്യം പറഞ്ഞാൽ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ നല്ലവണ്ണം ഫീൽ ചെയ്യും. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് പൈസ പോയി എന്ന് വേണം പറയാൻ, ആ വിഷമമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഒരു തവണത്തേക്ക് കുഴപ്പമില്ല.